ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മെട്രോയിൽ കയറാറുണ്ട്, വാട്ടർ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് മെട്രോയിലേക്ക് കയറാൻ വേണ്ടി നേരെ പോവുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ അകത്ത് ചെന്നു, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് വെറും 20 രൂപയേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മൾ എയർപോർട്ടിൽ കയറുന്ന അതേ ഒരു ഫീലിലുള്ള ആറ്റ്മോസ്ഫിയർ അവിടുത്തെ. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് വാട്ടർ മെട്രോയാണ് നമുക്ക് കൊച്ചിയിൽ ഇവിടെ തുടങ്ങിയേക്കുന്നത്. അപ്പം ഇവിടുത്തെ നമ്മൾ എറണാകുളം ടു വൈറ്റിൽ നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ. അപ്പം അതിനകത്തോട്ട് കയറുന്ന എൻട്രൻസും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ ചെന്ന് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സി സൗകര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടിൻ്റെ ഒരു ഫീല് അനുഭവിക്കുന്നേ ഇല്ല. എ സി ആണ്. പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഗ്ലാസ്സും ഒക്കെ ഇട്ട് നമുക്ക് പിള്ളേരെയൊക്കെ സേഫായിട്ട് ഇരുത്താം കേട്ടോ. കുഞ്ഞു പിള്ളേരെയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഒരു കാരണത്താലും പേടിക്കാനില്ല. അപ്പം അത്രയ്ക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടോ. ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 20 മിനിറ്റോളം എടുത്ത് നമ്മൾ അങ്ങ് കയറാൻ കേട്ടോ. അത്രയും സമയം നമ്മൾ എ സി സൗകര്യത്തിൽ വെറും 20 രൂപയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. വളരെ സേഫ് ആയിട്ടുള്ളൊരു യാത്ര. അപ്പം കയറാത്തവരുണ്ടെങ്കിൽ കൊച്ചിയിൽ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും എൻജോയ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ വൈറ്റിലേ പോയി ഇറങ്ങി. വൈറ്റിലേന്ന് നമുക്ക് ഇതിനകത്ത് കുടിക്കാനും കഴിക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. അത് പിടിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ്. അതൊരു പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ അകത്തേക്ക് കയറിയത് കേട്ടോ. എന്ത് നല്ല കാഴ്ചകളാണെന്ന് നോക്കിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മൾ ഈ പക്ഷികളൊക്കെ അവിടെ വന്നിരുന്ന് ഓരോന്ന് കൊത്തിയെടുക്കുന്നതും ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം എന്താ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതാണ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം.